തിരുവല്ലയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പാലത്തിന്റെ കൈവരിയിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വെൺപാല തൊഴുത്തുംതറ വീട്ടിൽ ടി.ജെ. രാജഗോപാലിന്റെയും കുറ്റൂർ പഞ്ചായത്ത് CDS ചെയർപേഴ്സണായ സ്മിത രാജഗോപാലിന്റെയും മകൻ ഗോവിന്ദരാജാണ് മരിച്ചത്. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിൽ കാവുംഭാഗം അമ്പിളിപ്പാലത്തിൽ വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. തിരുവല്ല ഭാഗത്തു നിന്നുമെത്തിയ ബൈക്ക് പാലത്തിന്റെ കൈവരിയിലിടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. ബൈക്കിൽ നിന്നും 15 അടിയോളം ദൂരത്തിൽ തെറിച്ചു വീണ ഗോവിന്ദരാജ് തോട്ടിലെ വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഭയാനകമായ ശബ്ദം കേട്ടെത്തിയ പരിസരവാസികൾ നടത്തിയ തിരച്ചിലിൽ ബൈക്ക് യാത്രക്കാരനെ കണ്ടെത്താനായില്ല. തുടർന്ന് പോലീസിലും അഗ്നിരക്ഷാ നിലയത്തിലും വിവരമറിയിച്ചു. അവർ എത്തി നടത്തിയ പരിശോധനയിലാണ് തോട്ടിലെ വെള്ളത്തിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിൽ ഗോവിന്ദനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. എടത്വ പള്ളിപ്പെരുന്നാളിന് പോകാനെന്ന് പറഞ്ഞാണ് ഗോവിന്ദരാജ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കോഴിക്കോട് സ്വകാര്യ കോളേജിൽ M.Com വിദ്യാർത്ഥിയായിരുന്നു മരണപ്പെട്ട ഗോവിന്ദരാജ്. താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഞാൻ വീട്ടിൽ ഇരുന്നപ്പം ഒരു സൗണ്ട് കേട്ട് എന്താണെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ വന്നിട്ട് ഞാൻ റോഡിൽ കയറി നോക്കിയപ്പം പിന്നെ ഒരു ബൈക്ക് പോയെന്ന് അറിഞ്ഞു. അന്നേരത്തേക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസും പിന്നെ ഫയർഫോഴ്സുകാരും വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് മരണപ്പെട്ടെന്നാണ് അറിഞ്ഞത്.